ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പാലക്കാടൻ അവിയലുമായാണ്. ഇത്ര കഷ്ണങ്ങളെ എൻ്റെ കയ്യിൽ ഇത് വെച്ചൊരു അവിയലാണ് കാണിക്കുന്നത്. പക്ഷേ ടേസ്റ്റ് ആണെങ്കിൽ നല്ല ഒന്നാം തരവും. അതിനായി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുന്നു. ചിലർ ആവിയിലും ചിലർ വെള്ളത്തിലും അവിയലുണ്ടാക്കും. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ആവിയിലാണ്. അതിനായിട്ട് പാനിലോട്ട് 1 ടീസ്പൂൺ നല്ല വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ഒഴിച്ചതിന് ശേഷം പാൻ നന്നായിട്ടൊന്ന് ചുഴറ്റി എണ്ണയെല്ലാം ആക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ അവിയലിന് അരിഞ്ഞു വെച്ച കഷ്ണങ്ങളിൽ നിന്ന് ആദ്യ കഷ്ണമായ മുരിങ്ങക്കായ ആഡ് ചെയ്യുന്നു. മുരിങ്ങക്കായ ഇട്ട് പാൻ നന്നായി ഒന്ന് ഇളക്കി ഒരു 5 മിനിറ്റ് നേരം ആവിയിൽ മുരിങ്ങക്കായ മൊത്തം വേവിക്കുന്നു. വേവിച്ചതിന് ശേഷം ബാക്കി കഷ്ണങ്ങൾ കൂടി ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്ത് അതുകൂടെ നന്നായി ഇളക്കി ഇനി ഇതിലേക്ക് 3-4 ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യേണ്ടതുണ്ട്. അതിലേക്ക് ഏറ്റവും ആദ്യം നമ്മൾ ആഡ് ചെയ്യുന്നത് ഉപ്പാണ്. പെട്ടെന്ന് കഷ്ണം വേവുകയും ചെയ്യും. അങ്ങനെ ഉപ്പ് ആഡ് ചെയ്തു. പിന്നെ അതിലേക്ക് ആഡ് ചെയ്യേണ്ടതാണ് ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നു. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നതാണെങ്കിൽ 5-6 കറിവേപ്പില ആഡ് ചെയ്ത് ഒന്ന് ഒതുക്കി കൊടുത്ത് നല്ല ഒരു അടപ്പ് വെച്ച് അടച്ച് ഒരു ഏകദേശം 15-20 മിനിറ്റ് നേരം ചെറുതീയിൽ ആവിയിൽ ഈ കഷ്ണങ്ങളെല്ലാം നമ്മൾ വേവിക്കണം. കഷ്ണങ്ങൾ വെന്തു വന്നിട്ടുണ്ട്. അത് അടച്ചു വെച്ച് അപ്പോഴേക്കും നമ്മൾ അവിയലിനുള്ള അരപ്പ് റെഡിയാക്കണം. ഫ്രഷ് കോക്കനട്ട് കിട്ടാത്തത് കൊണ്ട് ഞാൻ ഇവിടെ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഈ കോക്കനട്ട് പൗഡറിൻ്റെ കൂടെ പിന്നെ നമ്മൾ ആഡ് ചെയ്യേണ്ടതാണ് അവിയലിലേക്ക് ജീരകം. നല്ല ജീരകം ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം ആഡ് ചെയ്യുന്നു. ഓൾറെഡി മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട് എങ്കിലും ഒരു ഇച്ചിരി കൂടി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നു. പിന്നെ അതിലേക്ക് വേണ്ടതാണ് 5-6 എരിവുള്ള പച്ചമുളക്. ഇതെല്ലാം കൂടി ബ്ലെൻഡ് ചെയ്തെടുക്കാൻ ഒരു 1/4 ഗ്ലാസ് പച്ചവെള്ളം. ഒത്തിരി അരയരുത്, ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. അവിയലിന് ഈ രൂപമായിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് വേവിച്ച് വെച്ച കഷ്ണത്തിലേക്ക് ആഡ് ചെയ്യണം. അങ്ങനെ ആഡ് ചെയ്തു. അങ്ങനെ 1 ടീസ്പൂൺ കൊണ്ട് ഈ തേങ്ങയും ജീരകവും പച്ചമുളകും എല്ലാം ഒന്ന് ഒതുക്കി കൊടുക്കുന്നു. ഒതുക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു 5 മിനിറ്റ് കൂടെ ചെറുതീയിൽ ഇതിനെ ഒന്ന് വേവിക്കുന്നു. വേവിച്ചത് ഈ രൂപമായിട്ടുണ്ട്. ഇനി നമ്മൾ ആഡ് ചെയ്യേണ്ടതാണ് തൈര്. തൈര് എപ്പോഴും തീ കുറച്ച് വെച്ച് ആഡ് ചെയ്യാവൂ. ചിലർ പിഴിമ്പുളി ആഡ് ചെയ്യും, ചിലർ തൈര് ആഡ് ചെയ്യും. ഞങ്ങൾ എപ്പോഴും തൈരാണ് ആഡ് ചെയ്യുക. ചിലർ തൈര് ഉപയോഗിക്കാണ്ടും അവിയലുണ്ടാക്കും കേട്ടോ. തൈര് ഞാൻ ആഡ് ചെയ്തു. കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണ 1 ടീസ്പൂൺ കൂടെ ഇതിൻ്റെ മുകളിൽ ഒഴിക്കും. ടേസ്റ്റ് ഒന്നുകൂടെ കൂടാൻ വേണ്ടിയാണ്. അവിയൽ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ.